ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പലതവണ ആവർത്തിച്ച പാകിസ്ഥാൻ ആ നിലപാട് മാറ്റുകയാണ്. അത് നിലപാട് മാറ്റിയതായി ചില ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13 സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 50-ലധികം പേർ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടല്ലോ, ഭീകരവാദികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടല്ലോ. പാകിസ്ഥാൻ ഈ നിലപാട് മാറ്റിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്. ഈ ഇന്ത്യൻ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ അവിടെ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. ഈ സൈനികരുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സിയാൽകോട്ടിലും മുരിദ്ഗയിലും ഒക്കെ അടക്കം നിരവധി 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണല്ലോ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതെല്ലാം ആക്രമിച്ച് തകർത്തു. നമ്മൾ കണ്ടു മസൂദ് അസറിൻ്റെ 2 സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, അതുപോലെ ഏറ്റവും അടുത്ത അനുയായികൾ അടക്കം ആ കുടുംബത്തിലെ തന്നെ 10 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭീകര പരിശീലന കേന്ദ്രത്തിൽ തങ്ങിയിരുന്ന മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത 10 ബന്ധുക്കൾ, അതിൽ രക്തബന്ധം ഉള്ളവർ വരെ ഉണ്ട്, 10 ബന്ധുക്കൾ മരിച്ചു. അനുയായികളടക്കം 6 പേര് ബന്ധുക്കളും 4 പേര് അനുയായികളും അടക്കം 10 പേര് മരിച്ചു. ഇത് ഒരു പ്രദേശത്തെ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ 9 സ്ഥലങ്ങൾ ആക്രമിച്ചു. ഏറ്റവും കുറഞ്ഞത് ഈ 9 സ്ഥലത്തും ഇതുപോലെ 10 പേര് വെച്ച് മരിച്ചാൽ തന്നെ 90 പേരായി. അപ്പോൾ ആ പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ നിലപാടൊക്കെ മാറ്റി 50 പേര് മരിച്ചു, 60 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ കള്ളമല്ലേ. മരണസംഖ്യ 1000-നടുത്തുണ്ട് എന്നാണ് അന്ന് ഇത് വിലയിരുത്തിയ ചില നിരീക്ഷകരെങ്കിലും പറഞ്ഞു. കനത്ത ആക്രമണമായിരുന്നു. ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അവയോടനുബന്ധിച്ച് മദ്രസകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കല്ലിന് മീതെ കല്ലില്ലാതെ അത് തകർത്തെറിഞ്ഞു, മൊത്തം നശിപ്പിച്ചു. അത് നശിപ്പിച്ചപ്പോൾ അവിടെ തന്നെ നമ്മൾ കണ്ടു ഈ മരിച്ചുപോയവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ മയ്യത്ത് നമസ്കാരവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് തന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ എണ്ണിയാൽ ഒരു 50 പേര്, 50 മൃതദേഹങ്ങൾ അവിടെ നിരത്തി വെച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് എണ്ണിയെടുക്കാം. 50 അല്ല മരണസംഖ്യ വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ അപ്പുറത്ത് ഒരു 0 കൂടെ ചേർക്കേണ്ട അവസ്ഥയുണ്ട്. ഒരു 500 പേരെങ്കിലും ആദ്യത്തെ ആ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന് തിരിച്ചടിയായിട്ടാണല്ലോ ഇന്ത്യക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ആയിട്ട് വന്നത്. ഈ 10-1, 10-2 ശരിക്കും അത് മിസൈലൊന്നും അല്ല, സംഭവം ആർട്ടിലറി റോക്കറ്റുകളാണ്. അല്ലാതെ അത് മിസൈലൊന്നുമല്ല. അത് ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിക്കാൻ വന്നു. നമ്മുടെ റഡാറുകൾ അതിനെല്ലാം തച്ച് തകർത്ത് വിട്ടു. അവരുടെ വ്യോമസേന ആക്രമിക്കാൻ വന്നു. അത്യന്താധുനിക ചൈനീസ്, അമേരിക്കൻ പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ വന്നു. അതിൻ്റെ കഥയും എന്തായിരുന്നു നമ്മൾ കണ്ടു. അതിപ്പോൾ വാസ്തവമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നമ്മൾ ഓഹരി വിപണിയിൽ നോക്കിയാൽ മതി. ഇതൊക്കെ നിർമ്മിക്കുന്ന ചൈനീസ്, അമേരിക്കൻ കമ്പനികളുടെ ഓഹരി മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. അത് ഇടിഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ച് എങ്ങും പോണ്ട. ഇടിഞ്ഞതിൻ്റെ കാരണം ഇതാണ്. F ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ, F-12, അതുപോലെ J-16, ഇതൊക്കെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധത്തിൽ ഭസ്മമായി പോയി. അത് തന്നെയാണ് കാരണം. അതേസമയം ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന റഫേൽ യുദ്ധവിമാനമുണ്ട്. അത് നിർമ്മിക്കുന്ന ദസാൾട്ട് ഏവിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് അറിയാമല്ലോ. അവരുടെ ഓഹരി മൂല്യം ഇടിഞ്ഞു. ഞാൻ ഈ പറയുന്നത് നമുക്ക് നേരിട്ട് പരിശോധിക്കാം. നമ്മൾ നെറ്റിൽ കയറി ഇവരുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവരുടെ ഇന്നത്തെ ഓഹരി വില എത്രയാണെന്നുള്ളത് കിട്ടും, അല്ലേ? അപ്പോൾ ഇത് ഇത്ര പച്ചയായ യാഥാർത്ഥ്യം, ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ 50 പേര് കൊല്ലപ്പെട്ടു, 13 സൈനികർ കൊല്ലപ്പെട്ടു. സൈനികരുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് അവിടുത്തെ സാഹചര്യം. ഒന്നാമത് കല്ലുവെച്ച നുണയാണ് പറയുന്നത്. മരിച്ചത് 500 പേരാണെങ്കിൽ അവരത് 50 ആക്കും. 1000 പേര് മരിച്ചാൽ അവരത് 10 ആക്കും. ഇത് പാകിസ്ഥാൻ്റെ സ്ഥിരം സംഭവമാണ്. ഈ ഭീകരവാദികളെ അതിർത്തി കടത്തി ഇങ്ങോട്ടേക്ക് വിടും, നുഴഞ്ഞുകയറ്റം നടത്തും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാർഗിൽ യുദ്ധത്തിൽ വേഷം മാറിയ പാക് സൈനികർ ഈ കയ്യേറ്റക്കാരുടെ, നുഴഞ്ഞുകയറ്റക്കാരുടെ, ഭീകരവാദികളുടെ വേഷത്തിൽ ഇന്ത്യൻ മണ്ണിലെത്തി. എന്നിട്ട് എന്താ പറഞ്ഞ, അവരൊക്കെ മുജാഹിദുകളാണ്, ഞങ്ങൾ സൈനികരൊന്നുമല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ വധിക്കപ്പെട്ട സൈനികരുടെ
അന്ത്യകർമ്മങ്ങൾ പോലും നടത്താൻ പാക് സൈന്യം തയ്യാറായില്ല. അത്രയും നീചമായ ഒരു സൈനികന് അർഹിക്കുന്ന അവൻ്റെ അവസാനത്തെ ആ സല്യൂട്ടുണ്ടല്ലോ, അതുപോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സൈനിക നേതൃത്വവും ഭരണകൂടവുമാണ് പാകിസ്ഥാനിലുള്ളത്. അതുപോലെ തിരിച്ച് സൈനികരുടെ കാര്യത്തിലേക്ക് വരാം. അവിടെ ഈ നൂർഖാൻ അടക്കമുള്ള വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു അല്ലേ. ഈ നൂർഖാൻ മാത്രമല്ല, ബോളാരി വ്യോമത്താവളം ആക്രമണം, ആ ആക്രമണത്തിൽ അവരുടെ ഒരു സ്ക്വാഡ്രൺ ലീഡർ കൊല്ലപ്പെട്ടതായിട്ട് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ആ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് എന്ന് പറയുന്ന സ്ക്വാഡ്രൺ ലീഡർ വധിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിച്ചു. ഇതൊക്കെ വളരെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഈ 13 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. 13 സൈനികരൊന്നും അല്ല. ഇനിയും വരുന്നു നൂർഖാൻ, സർഗോഡ, ജോക്കബാബാദ്, ബോളാരി, ഷോർക്കോട്ട്, ഇവിടെ 12 വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. ശരിക്കും 12 അല്ല, 19 എണ്ണം അവിടെ ഉണ്ട്. ഈ 19ഉം ആക്രമിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷെ 12 എണ്ണം വളരെ കൃത്യമായിട്ട് ആക്രമിച്ച് തകർത്തു. അതിൻ്റെ റൺവേ അടക്കം തകർത്തു. മാത്രമല്ല, ഈ നൂർഖാനിൽ പിന്നെ അമേരിക്കയുടെ F ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നു. അത് ആ വിമാനങ്ങൾ അടക്കമാണ് തകർത്തത്. അതായത് അവരുടെ ഹാങ്ങറിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ ഈ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാവും, ഒരു ഷെഡ് പോലെ വലിയ ഷെഡുണ്ടാവും. ആ ഷെഡിനകത്താണ് ഈ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. പിന്നെ പ്രത്യേകം കാവലും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പ്രത്യേക റഡാറുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ആ ഹാങ്ങറിൽ സൂക്ഷിച്ചിരുന്ന പോർ വിമാനങ്ങളെ ഇന്ത്യ നശിപ്പിച്ചത്. റൺവേ എല്ലാം വലിയ ഗർത്തങ്ങൾ, മഴ പെയ്ത വലിയ കായലുകൾ രൂപപ്പെടുന്ന തരത്തിൽ, വെള്ളം നിറഞ്ഞ് രൂപപ്പെടുന്ന തരത്തിൽ വലിയ ഗർത്തങ്ങൾ അവിടെ ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത് ഇനി അടുത്തത് കിരാന കുന്നുകളിൽ സമീപം ആണ് പാകിസ്ഥാൻ വലിയ ബങ്കറുകൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ ഉണ്ടാക്കി, അതിനകത്ത് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ ആണവായുധങ്ങൾ പാകിസ്ഥാൻ്റെതല്ല, അമേരിക്കയുടേതാണ് എന്നൊരു വാദം ഉയർന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കുക അത് പാകിസ്ഥാൻ്റെ ആണവായുധം തന്നെ. പാകിസ്ഥാൻ്റെ മണ്ണിലിരിക്കുമ്പോൾ അത് പാകിസ്ഥാന് അവകാശപ്പെട്ടതാണെന്ന് കരുതും. അതടക്കം ആ കിരാന കുന്നുകൾ അടക്കം നമ്മൾ ലക്ഷ്യം വെക്കുകയും നമ്മുടെ ബ്രഹ്മോസ് അവിടെ എത്തുകയും ചെയ്തു. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഓടി വന്ന് കാല് പിടിച്ചത്, യുദ്ധം നിർത്തണേ എന്ന്, വെടി നിർത്തണേ എന്നാവശ്യപ്പെട്ടു. അപ്പം ഇങ്ങനെ ഈ കാര്യത്തിലേക്ക് കല്ലുവെച്ച നുണയല്ലാതെ പാകിസ്ഥാൻ സത്യം പറയുകയില്ല. സത്യം പറയുക എന്ന് പറയുന്നത് അവരുടെ DNA-യിലില്ല. അവർക്ക് ഈ ഇന്ത്യയുമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ അറിയാം, അവരുടെ വലിയ വിഖ്യാതനായ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി നാട്ടിൽ മുഴുക്ക മധുരം വിതരണം ചെയ്യും. എന്താ, യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചത്. ആരാണ് ജയിച്ചതെന്ന് ലോകം കണ്ടു, ആരാണ് പരാജയപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എന്താ പറയണ്ടേ, പരിഹാസപാത്രമായി ജീവിക്കുന്ന, അത് ക്രിക്കറ്ററായാലും ശരി, അവിടുത്തെ സൈനിക തലവൻ അസീം മുനീർ ആയാലും ശരി, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് CNN എടുത്ത അഭിമുഖത്തിൽ പറയുകയാണ്, എവിടെ ഇന്ത്യയെ നിങ്ങൾ ആക്രമിച്ചു, ഉദ്ധംപൂരിൽ നിങ്ങൾ ആക്രമണം നടത്തി, തെളിവ് എവിടെ എന്ന് ചോദിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കാനാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തെളിവ് നോക്കാൻ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? അത് ഈ പാകിസ്ഥാനിലെ ഈ ഷഹബാസ് ഷെരീഫും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസും ഒക്കെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഈ പറയുന്നത്. ഇവരെ മാത്രമേ നമ്മൾ കാണുള്ളൂ. ലോകത്ത് വേറൊരു വളരെ ദുർബലമായ രാഷ്ട്രമാണ് മാലിദ്വീപ്. അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പോലും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പാകിസ്ഥാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശ്രീലങ്ക വളരെ പുറകിലാണ്. അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഇത് പറയില്ല. അപ്പോൾ അങ്ങനെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവനകളും എന്താ പറയുക, ഈ വായ്ത്താരികളും കൊണ്ട് ഇങ്ങനെ ലോകം മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നൊരു കൂട്ടരാണിവർ. അതുകൊണ്ട് അവർ പറയുന്ന ഈ 13 സൈനികർ കൊല്ലപ്പെട്ടു, 50 പേര് ആകെ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണം 500ഓ 5000ഓ ആണെന്നാണ്. 13 സൈനികരല്ല, 130ഓ മറ്റോ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ഈ ആക്രമണത്തിൽ. അല്ലാതെ അവർ ഒരിക്കലും സത്യം പറയില്ല. എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ 10-1 മാത്രം അവർ ഒരു പക്ഷേ, അതും ഈ ആക്രമണം നടന്ന് കുറേ നാളുകൾ കഴിഞ്ഞാണ് സമ്മതിക്കുന്നത്. ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാൾനാശം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ സൈനികരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല. പിന്നെ ഈ അതിർത്തിയിൽ
പാക് റേഞ്ചേഴ്സ് വെടിവെക്കുന്നുണ്ട്. അവർ വെടിനിർത്തൽ ലംഘിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതിർത്തിയിൽ കഴിയുന്ന പലർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, ചിലരൊക്കെ മരിച്ചിട്ടുണ്ട്, ഷെല്ല് വീണും മറ്റുമൊക്കെ മരിച്ചിട്ടുണ്ട്. അത് അതിന് ഇവിടെ ഞങ്ങളുടെ 5 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഞങ്ങൾ 50 പേരെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അടിക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു മയവുമില്ല, അതൊട്ടും താമസിക്കുകയുമില്ല. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അപ്പം അടിക്കും തിരിച്ച്. ഇതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു സന്നാഹത്തെയും അതിനൊരു ചെറിയ കേടെങ്കിലും വരുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഈ റഫേൽ വീഴ്ത്തി എന്ന് പറഞ്ഞു, എവിടെ തെളിവ്? എവിടെ? ഉദ്ധംപൂർ ആക്രമിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നരേന്ദ്രമോദി കയ്യും കെട്ടി ഉദ്ധംപൂരിൽ സൈനികരുടെ ഇടയ്ക്ക് നിന്ന് സെൽഫി എടുക്കുകയാണ്, ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. അവിടെ ലോകം മുഴുവനും കണ്ടു നരേന്ദ്രമോദി ഉദ്ധംപൂരിൽ പോയി അവിടുത്തെ ഈ വ്യോമത്താവളത്തിൽ അദ്ദേഹം സമയം ചെലവഴിച്ചതും സൈനികരോടൊപ്പം പെരുമാറിയതും ഒക്കെ എല്ലാവരും കണ്ടു. അപ്പോൾ ഇങ്ങനെ നുണ പറയാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ പാകിസ്ഥാനിലെ സൈനിക മേധാവിയും അവിടുത്തെ ഭരണകൂടവും ഒക്കെ ആഹാരം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ ആക്ഷേപിച്ച് പറയാറുണ്ട്, അദ്ദേഹം വാ തുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും വേണ്ടി മാത്രമാണ്. അതുപോലെയാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഈ ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടി. അതായത് അടുത്ത കാലത്തെങ്ങും തലപൊക്കാൻ പറ്റില്ല. വരുന്ന 5 വർഷത്തേക്ക് ഈ വ്യോമതാവളങ്ങൾ ഒന്നുപോലും പ്രവർത്തനക്ഷമമല്ല. അവിടുത്തെ ഈ പറഞ്ഞ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി, അറ്റകുറ്റപ്പണിയല്ല പുനർനിർമ്മാണം എന്ന് തന്നെ പറയണം. അങ്ങനെ പുനർനിർമ്മാണം നടത്തി ഈ എയർ ബേസുകളെ, വ്യോമതാവളങ്ങളെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ, പ്രവർത്തനക്ഷമമാക്കാൻ ഏറ്റവും കുറഞ്ഞത് 4-5 വർഷം വേണ്ടിവരും എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ വാക്ക് ആര് വിശ്വസിക്കും? ഈ പറയുന്നത് പോലെ ഇന്ത്യയെ ഞങ്ങൾ ആക്രമിച്ചു എന്ന്, ഇന്ത്യ തോറ്റു എന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച് സ്വന്തം നാട്ടിൽ മധുരം വിതരണം ചെയ്യുന്ന ഒരു കൂട്ടരാണ്. എന്നിട്ട് അവരൊടുക്കം പറയുകയാണ് ഞങ്ങളുടെ 50 പേര് മരിച്ചേ, ഞങ്ങളുടെ 13 സൈനികർ മരിച്ചേ എന്ന് പറയും. ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവിടെ മരിച്ചത് ഈ 50ഉം 13ഉം ഒന്നുമല്ല, 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു, 100-ലധികം സൈനികരും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സൈനികരെ ഉദ്ദേശിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ ഉപദ്രവിച്ചപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമ്മൾ വ്യോമതാവളങ്ങൾ തകർത്തു, കയ്യിൽ കൊടുത്തു. അവിടുന്ന് പറന്ന് പൊങ്ങിയാലല്ലേ പ്ലെയിനുകൾക്ക് ഇവിടെ വന്ന്, പോർവിമാനങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ പറ്റുള്ളൂ, മിസൈൽ അയക്കാൻ പറ്റുള്ളൂ. അതെല്ലാം നമ്മൾ പാളയിൽ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഡ്രോണുകൾ അതുപോലെ വന്നതിനെല്ലാം വളരെ കൃത്യമായിട്ട് എങ്ങോട്ടാണോ അയക്കേണ്ടത് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ പാകിസ്ഥാൻ 50 പേര് മരിച്ചാലും 500 പേര് മരിച്ചാലും ശരി, നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് അപ്പുറത്ത് എത്ര ആൾനാശം ഉണ്ടായി എന്ന് നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ സുരക്ഷാ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.